വർഷങ്ങൾക്ക് മുന്നേ സെലിം കൊടുത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വലിയ ഗായകൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടായി. എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഗ്രാൻഡ് പ, അതായത് എൻ്റെ ഫാദറിൻ്റെ ഫാദർ വളരെ സുഖമില്ലാണ്ട് കിടക്കുന്ന സമയം. ഈ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ആ ഒരു റൂമിൻ്റെ ഒരു ആംബിയൻസും കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ എൻ്റെ ഉമ്മൊക്കെ പറയണ്ടായി, എൻ്റെ ഉമ്മക്ക് എന്നോട് പറഞ്ഞേ അവിടേക്ക് കൊണ്ടുവരണ്ട, ആ റൂമിലേക്ക് കൊണ്ടുവരണ്ട. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞാൽ ഈ റൂമിലേക്ക് ഇങ്ങനെ കാണാം, കുറച്ചിങ്ങനെ ഇപ്പോൾ ഡൈനിങ് ഹാളിലേക്ക് എത്തിയാൽ തന്നെ ആ റൂം ഇങ്ങനെ കാണാം. ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ ആ റൂം ഇങ്ങനെ കാണാം. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് സെലിംക്ക് ചോദിച്ചു ആ റൂമിൽ ആരാന്ന് വെച്ചാൽ ഞാൻ വന്ന് ആ വെല്ലിപ്പാണ്, സുഖമില്ലാണ്ട് കിടക്കാണ്, സ്മെല്ലൊക്കെ അറിയാലോ, പ്രായമുള്ള ആളുകളൊക്കെ ഉള്ള സമയത്ത് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സെലിംക്കാണ്. അപ്പോൾ സെലിംക്ക് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഊതും അത്തറിനെക്കാട്ടിലും നല്ല പരിമളമാണ് പ്രായമുള്ളവർക്ക് സ്മെല്ല് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വെല്ലിപ്പൻ്റെ അടുത്തേക്ക് സെലിംക്ക പോയി. സെലിംക്കനെ എൻ്റെ വെല്ലിപ്പൊക്കെ അറിയില്ല. എൻ്റെ വെല്ലിപ്പനെ സംബന്ധിച്ച് സിതാര, കാരണം ആള് പാട്ടും കാര്യങ്ങളൊന്നും കേൾക്കാത്ത ആളാണ്. സെലിംക്ക അങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ തടവി സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൈക്ക് സെലിംക്ക ഒരു ഉമ്മെല്ലാം കൊടുത്ത് ഇങ്ങനെ കൈക്ക് സെലിംക്കനെ കഴിക്കുന്ന സെലിംക്ക ഉമ്മയും കൊടുത്ത് ഇങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത്, കാരണം ഞാൻ സംഭവം ഞെട്ടിപ്പോയി എന്നുള്ള, അവർക്കറിയാം അവരേത് സാഹചര്യത്തിൽ നിന്നാണ്. നമ്മൾക്കാണ് പ്രശ്നം അല്ലേ? അത് ഞാൻ പറയേണ്ട സാഹചര്യം നമ്മൾക്കാണ് പ്രശ്നം. സെലിം കൊടുത്തൂർ എന്ന് പറയുന്ന ആ വലിയ ഗായകൻ ആ റൂമിലേക്ക് കിടക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ലടിച്ചാൽ സെലിംക്ക് അയ്യേ അവിടെ പോയിട്ട് ഞാൻ നാറി എന്ന് തോന്നുന്നു നമ്മളാണ് വിചാരിച്ചത്. അവരെന്ത് വിചാരിക്കും, സെലിംക്കൊക്കെ മോശമാവുന്നൊക്കെ നമ്മളുടെ വിചാരം. ഈ സെലിം കൊടുത്തൂർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇതൊരു വിഷയമേ അല്ല. ആ പ്രായമായ മനുഷ്യനെ എന്താ പറയുക, ഇങ്ങനെ ഇപ്പം തന്നെ അത് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അത് ആലോചിച്ചു, ഞാനത് ഒരുപാട് ആലോചിച്ചിട്ടുള്ള ഒരു വിഷയം.